പാലക്കാട് പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിൽ മതിയായ ചികിത്സ ലഭിക്കാതെ ഗർഭിണി മരിച്ചെന്ന് പരാതിയിൽ വിശദീകരണവുമായി പാലക്കാട് DMO. നൌഷിജ മരിച്ചത് ചികിത്സാ പിഴവിനെ തുടർന്നല്ല എന്നാണ് DMO TV റോഷി പറയുന്നത്. അമ്നിയോട്ടിക് ദ്രാവകം രക്തത്തിൽ കലർന്നതാണ് മരണകാരണമെന്ന് DMO പറയുന്നു. അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ബ്ലഡിലൂടെ പോയിട്ട് ശ്വാസകോശത്തിലെ രക്തക്കുഴലുകൾ അടഞ്ഞ് ഉണ്ടാകുന്ന ഒരു മാസീവായിട്ടുള്ള ഒരു എംബോളിസം ഉണ്ടായി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു ഡെത്ത്. അത് വേറൊരു പ്രോപ്പർ റീസൺ നമുക്കതിന് പോയിന്റ് ഔട്ട് ചെയ്യാനായിട്ട് കാണുന്നില്ല. അപ്പോൾ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഫൈനലി വന്നു കഴിഞ്ഞാൽ തന്നെ കാണുകയുള്ളൂ. പിന്നെ അതൊരു ആക്റ്റീവ് ലാബറിലേക്ക് പോയിട്ട് ഒരു ആക്റ്റീവ് ഇൻ്റർവെൻഷൻസ് ഒന്നും ഡോക്ടേഴ്സിൻ്റെ സൈഡിൽ നിന്നുള്ള ഒരു സമയത്തല്ല ഇത് ഉണ്ടായിട്ടില്ല. പേഷ്യൻ്റ് ഇനീഷ്യൽ സ്റ്റേജ് ഓഫ് ലേബർ. അപ്പോൾ കുട്ടിയുടെ ഹെഡ് ബ്രിമ്മിലേക്ക് എത്തിയിട്ടുള്ളൂ, പെൽവിസ് ബ്രിമ്മിലേക്ക് എത്തിയിട്ടുള്ളൂ, ജനലിലേക്ക് ഇറങ്ങിയിട്ടില്ല. അങ്ങനത്തെ ഒരു സന്ദർഭത്തിലാണ് പെട്ടെന്ന് കൊളാപ്സ് ചെയ്തിട്ടുണ്ടായത്. സച്ചിൻ വള്ളിക്കാടാണ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. സച്ചിൻ, എന്താണ് ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ള ന്യായീകരണം? തീർച്ചയായും കഴിഞ്ഞ ദിവസമാണ്, അതായത് ഇന്നലെ രാവിലെയോട് കൂടിയാണ് ശ്വാസതടസ്സവും അതേപോലെ തന്നെ ബ്ലീഡിങ്ങും ഉണ്ടായതിനെ തുടർന്ന് പാലക്കാട് തൃത്താല സ്വദേശിയായിട്ടുള്ള നൌഷിജ മരണപ്പെടുന്നത്. തുടർന്നാണ് ഇന്ന് പോസ്റ്റ്മോർട്ടം നടപടികൾ തൃശൂർ മെഡിക്കൽ കോളേജിൽ വെച്ച് നടന്നത്. അതിലാണ് ഇപ്പോൾ പ്രാഥമികമായി ലഭിച്ച തൃശൂർ മെഡിക്കൽ കോളേജിൽ നടത്തിയ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് പ്രാഥമികമായി വന്നിരിക്കുന്ന വിവരം. അമ്നിയോട്ടിക് ഫ്ലൂയിഡ് എംബോളിസം സംഭവിച്ചതാണ് മരണകാരണം എന്നാണ് നിലവിൽ DMOവും അതേപോലെ തന്നെ പ്രാഥമികമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുമുള്ളത്. പ്രധാനമായും പറയുന്നത് കുടുംബം ആരോപിച്ചതുപോലെ ചികിത്സാ പിഴവ് സംഭവിച്ചിട്ടില്ല എന്ന് തന്നെയാണ് പാലക്കാട് DMO റോഷി വ്യക്തമാക്കിയിട്ടുള്ളത്. പ്രധാനമായും